Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ തിരുവചനങ്ങൾ എല്ലാം ചേർന്ന് ഒരു വലിയ സത്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ദൈവം ഒരുവൻ മാത്രം, അവൻ ജീവിക്കുന്നു, അവനെ വിശ്വസിക്കുന്നവർ അവൻ്റെ സാക്ഷികളാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ ദൈവം ഇസ്രായേൽ ജനങ്ങളോട് ഉറപ്പു നൽകുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ഇതൊരു സാധാരണ പ്രഖ്യാപനം മാത്രമല്ല, ഒരു ബന്ധത്തിൻ്റെ പ്രഖ്യാപനമാണ്. ദൈവം പറയുന്നത്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ നിങ്ങളോട് കൂടെ നടക്കും, നിങ്ങൾ എൻ്റെ ജനമാകും. സഭാപിതാക്കന്മാർ ഈ ഭാഗത്തെ വിശദീകരിക്കുമ്പോൾ പറയുന്നത്, ദൈവം നമ്മോടൊപ്പം നടക്കുന്നു എന്ന് പറഞ്ഞത്, അവൻ നമ്മെ ദൂരത്തു നിന്ന് മാത്രം നിയന്ത്രിക്കുന്ന ഒരു ദൈവമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയും നമ്മോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്നാണ്. വിശുദ്ധ ഇരണേവൂസ് പറയുന്നു, ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യൻ ജീവിക്കുന്നതിലാണ്. അത് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോടൊപ്പം ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം പൂർണ്ണമാകൂ. അതിനാൽ വിശ്വാസം ഒരു മതപരമായ ചടങ്ങ് മാത്രമല്ല, അതൊരു ബന്ധം കൂടിയാണ്. രണ്ടാമത്തെ വായനയിൽ ദൈവം പറയുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇത് നമ്മെ രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു: ദൈവത്തിൻ്റെ ഏകത്വം, മനുഷ്യൻ്റെ തെറ്റായ ആശ്രയങ്ങൾ. സഭാപിതാക്കന്മാർ പറയുകയാണ്, വിഗ്രഹാരാധന എന്നത് വെറും പ്രതിമകളെ ആരാധിക്കുന്നത് മാത്രമല്ല, ദൈവത്തെക്കാൾ മറ്റെന്തിനേയും പ്രാധാന്യം നൽകിക്കൊണ്ട് ആരാധിക്കുന്നതിനെ അല്ലെങ്കിൽ സ്നേഹിക്കുന്നതിനെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ വിഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? പണം, അധികാരം, പ്രശസ്തി, സ്വാർത്ഥത. വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നത് വളരെ പ്രസിദ്ധമാണ്, ദൈവമേ, നിനക്ക് വേണ്ടിയാണ് നീ ഞങ്ങളെ സൃഷ്ടിച്ചത്, നിന്നിൽ വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ് എന്ന്. അതായത് ദൈവമൊഴികെ മറ്റൊന്നിലേക്കും അല്ലെങ്കിൽ ദൈവമൊഴികെ മറ്റൊന്നിനും നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാനായി കഴിയുകയില്ല. ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സ്പർശിച്ചതിനെയുമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്ന്. ഇത് സാക്ഷ്യത്തിൻ്റെ ആത്മാവാണ്. സഭാപിതാക്കന്മാർ പറയുന്നു, വിശ്വാസം ഒരു സിദ്ധാന്തം മാത്രമല്ല, ഒരു അനുഭവം കൂടിയാണ്. വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ യേശുവിനെ അനുഭവിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നത് എന്നാണ്. വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ് പറയുന്നു, ദൈവത്തെ സത്യമായും അറിയുന്നവൻ അവനെ പ്രഖ്യാപിക്കാതെ ഇരിക്കുകയില്ല, അല്ലെങ്കിൽ അവന് ദൈവത്തെ പ്രഖ്യാപിക്കാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ്. അതിനാൽ ഒരു യഥാർത്ഥ ക്രൈസ്തവൻ കേൾക്കുന്നവൻ മാത്രമല്ല, അനുഭവിക്കുന്നവനും പിന്നെ സാക്ഷ്യം പറയുന്നവനും കൂടിയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഹൃദയമായി നമുക്ക് കാണാവുന്നതാണ്. തോമാസ് ലീഹ ആദ്യമേ തന്നെ സംശയിച്ചു, പിന്നീട് തെളിവ് ആവശ്യപ്പെട്ടു. എന്നാൽ അതിനുശേഷം ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തി, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയിട്ട് പരിശുദ്ധ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ഉദ്ഘോഷിക്കുന്ന തോമാസ് ലീഹായെ നാം കാണുന്നു. ഇത് പുതിയ നിയമത്തിലെ ഏറ്റവും ശക്തമായ വിശ്വാസ പ്രഖ്യാപനങ്ങളിലൊന്നാണ്. സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ് പറയുന്നു, തോമാസ് ലീഹായുടെ സംശയം നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാന സഹായമായി എന്ന്. അതെന്തുകൊണ്ടാണ്? അവൻ സ്പർശിച്ചു, താൻ സ്പർശിക്കുന്നവൻ തൻ്റെ ഗുരുവാണെന്ന് ഉറപ്പിച്ചു, പിന്നീട് വിശ്വസിച്ചു. അതിലൂടെ നമ്മൾ സ്പർശിക്കാതെ തന്നെ വിശ്വസിക്കുവാനായി പഠിക്കുന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീൻ വീണ്ടും പറയുന്നു, തോമാസ് ലീഹ കണ്ടതിലുപരി വിശ്വസിച്ചു. അവൻ കണ്ടത് മുറിവുകളായിരുന്നു, എന്നാൽ അവൻ പ്രഖ്യാപിച്ചത് ദൈവം എന്നായിരുന്നു. തോമാസ് ലീഹായുടെ മൂല്യങ്ങൾ ഇവയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി സത്യാന്വേഷണം. തോമാസ് ലീഹ സംശയിച്ചു, പക്ഷേ അവൻ സത്യത്തെ അന്വേഷിച്ചു.
നമ്മുടെ സംശയങ്ങൾ പലപ്പോഴും തെറ്റല്ല, അവ നമ്മെ സത്യത്തിലേക്ക് നയിക്കുന്നതാവണം. രണ്ടാമതായി സത്യസന്ധത. അവൻ നാടകീയമല്ലാതെ തൻ്റെ ജീവിതത്തിലെ തൻ്റെ സംശയം ഈശോയുടെ മുമ്പിൽ തുറന്നു പറയുകയാണ്. ദൈവം കപടതയല്ല, സത്യസന്ധതയാണ് ആഗ്രഹിക്കുന്നത്. ഒരു വിശ്വാസത്തിൻ്റെ വളർച്ച നാം തോമാശ്ലീഹായിൽ കാണുന്നു. തോമാശ്ലീഹായുടെ സംശയത്തിൽ നിന്ന് ഒരു വിശ്വാസ ജീവിതത്തിലേക്കുള്ള വളർച്ചയാണ് നാം കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും സംശയത്തിൽ നിന്ന് അന്വേഷണത്തിലേക്കും, അന്വേഷണം അവസാനിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്കും ആയിരിക്കണം. നാലാമതായി സമർപ്പണ മനോഭാവം. വിശുദ്ധ തോമാശ്ലീഹ മിശിഹായെ തിരിച്ചറിഞ്ഞ് അവനിൽ വിശ്വസിച്ച് ഏറ്റുപറയുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ഇതൊരു സമ്പൂർണ്ണ സമർപ്പണമാണ്. അഞ്ചാമതായി താൻ വിശ്വസിച്ച മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായി തോമാശ്ലീഹ തയ്യാറാകുന്നു. പരമ്പരാഗതമായി തോമാശ്ലീഹ ഇന്ത്യയിലെത്തി സുവിശേഷം പ്രസംഗിച്ചു. ആ വിശ്വാസം അവൻ തൻ്റെ ഗുരുവിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസമാണ്. വിശ്വാസം സ്വകാര്യമായി സൂക്ഷിക്കുവാൻ വേണ്ടിയുള്ളതല്ല, അത് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. യേശു പറയുന്നു, കണ്ടിട്ടില്ലെങ്കിലും വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ഇതാണ് നമ്മുടെ സ്ഥാനം. നമ്മൾ യേശുവിനെ കണ്ടിട്ടില്ല, എന്നാൽ വിശ്വസിക്കുന്നു. വിശുദ്ധ പത്രോസ്ലീഹ നമ്മോട് പറയുകയാണ്, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇവ എപ്രകാരം നമുക്ക് സ്വാംശീകരിച്ച് ഒരു പുതിയ ജീവിതം, ഒരു പുതിയ വിശ്വാസ ജീവിതം നമുക്ക് ജീവിക്കാം? ഒന്നാമതായി ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം. ദൈവം നമ്മുടെ ദൈവമായിരിക്കണം. ആ വ്യക്തിബന്ധത്തിലുള്ള വളർച്ച നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ വളർച്ചയാവണം. രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ നിന്നും തെറ്റായ വിഗ്രഹങ്ങൾ ഒഴിവാക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് ദൈവം ഒന്നാമനും എൻ്റെ സർവസ്വവുമാണെന്നുള്ള ആ ഏറ്റുപറച്ചിലൂടെ ദൈവത്തെ മുൻപിൽ വെച്ചുകൊണ്ട് ദൈവത്തെക്കാൾ ഒന്നിനെയും ദൈവത്തിന് ഉപരിയായി കാണരുത്. മൂന്നാമതായി നമ്മുടെ വിശ്വാസം നമുക്ക് അനുഭവവേദ്യമാകണം. അതെപ്രകാരമാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നതെന്ന് നോക്കാം. പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, തിരുവചന ധ്യാനത്തിലൂടെ. അങ്ങനെ നാം ആ വിശ്വാസ ജീവിതത്തിൽ വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങളെ നാം ഭയപ്പെടരുത്. ആ സംശയത്തിൽ നിന്നും അന്വേഷണത്തിലേക്കും അവയിൽ നിന്ന് ദൈവവിശ്വാസത്തിലേക്കുമുള്ള ഒരു വളർച്ചയിലേക്ക് നാം ആയിരിക്കണം. ഈ ദൈവവിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടി നാം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനായിട്ടുള്ള വിളി നാം സ്വീകരിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങൾ തന്നെ പ്രസംഗമാകണം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ തിരുവചനങ്ങളെയെല്ലാം ഒറ്റവാക്യത്തിൽ പറയുകയാണ് എങ്കിൽ, സംശയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് സാക്ഷ്യത്തിലേക്ക് ഉള്ള ഒരു ജീവിതമായിരിക്കണം ക്രൈസ്തവ ജീവിതം. മാർ തോമാശ്ലീഹായെ പോലെ നാം ഓരോരുത്തരും ഏറ്റുപറയണം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ഈ വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തെ മാറ്റട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷികളായി ലോകത്തിൽ പ്രകാശിക്കട്ടെ. ആമേൻ.